ഇപ്പോൾ നമ്മൾ മറ്റൊരു ആശങ്കയുടെ മുന്നിൽ നിൽക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, വീണ്ടും 2 പേർക്ക് കൂടി നിപ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്തയെന്ന് പറയുന്നത്. ഏതായാലും അത് ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല. മുൻകരുതൽ നടപടികളൊക്കെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ നിപ്പയെ തുരത്തിയ ഒരു മുൻപരിചയം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിലവിൽ ആശങ്കപ്പെടുകയോ പരിഭ്രാന്തി ചെയ്യുകയോ അല്ലെങ്കിൽ പരിഭ്രാന്തിപ്പെടുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുതിയ വിവരങ്ങൾ ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് ഈ പാലക്കാടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നാട്ടുകലിലാണ് അവിടെ ഒരു യുവതിക്ക് രോഗബാധ സ്ഥിരീകരിച്ചത്. യുവതിയുടെ വീടിന് സമീപത്ത് മരത്തിൽ ആയിരക്കണക്കിന് വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥയുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാര്യം പലവട്ടം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഏതായാലും മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം ഇപ്പോൾ ആ സ്ഥലം പരിശോധിച്ചു. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്. ആ യുവതിയുടെ ബന്ധുവിന് കൂടി ഇപ്പോൾ പനി ബാധിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 10 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ഇപ്പോൾ പനി ബാധിച്ചിരിക്കുന്നത്. കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നത്. നമുക്കറിയാം നിപയുടെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് നമുക്കറിയാം 21 ദിവസമാണ്. അതിനു മുൻപ് പനി ഇത്തരത്തിൽ അടുത്ത് കോണ്ടാക്റ്റ് ഉണ്ടായാൽ അത് പടരും. ആശങ്ക അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പാലക്കാട് നിന്ന് സച്ചിൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം അവിടുത്തെ സാഹചര്യം എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന്. സച്ചിൻ, നിപ ഭീതിയുടെ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് പാലക്കാട് നാട്ടുകൽ എന്ന് പറയുന്ന പ്രദേശം. ഇപ്പോൾ അതിൻ്റെ ഒരു രോഗം വരാനുള്ള കാരണം എന്താണെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. വീടിന് സമീപത്ത് വവ്വാലുകളുടെ വലിയൊരു ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അത് പലവട്ടം ആ പ്രദേശത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന് കേൾക്കുന്നു. ഒപ്പം തന്നെ അവരുടെ ഒരു ബന്ധുവിന് കൂടി ഇപ്പോൾ പനി ബാധിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതുതായി അറിയാൻ കഴിയുന്നത്. അതുതന്നെയാണ് കാരണം ഈ യുവതിയുടെ വീട്ടിന് സമീപത്ത് തന്നെ റബ്ബർ തോട്ടമുണ്ട്. ഈ റബ്ബർ തോട്ടം കേന്ദ്രീകരിച്ചാണ് വവ്വാലിൻ്റെ ആയിരക്കണക്കിന് വവ്വാലുകളാണ് ആ പ്രദേശത്ത് ഉള്ളത് എന്നാണ് നാട്ടുകാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് അധികൃതർക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്കൊക്കെ പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരുവിധ പരിഹാര നടപടികളും ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഒരു വീഴ്ച ആ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും തച്ചനാട്ടുകര പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് നാട്ടുകാർ വ്യക്തമാക്കിയത്. ഇത് തന്നെയാവാം വവ്വാലിൻ്റെ ഉറവിടം തന്നെയാവാം ഈ രോഗത്തിൻ്റെ ഉറവിടം എന്ന് തന്നെയാണ് പ്രാഥമികമായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധനയിലും കണ്ടെത്തിയിരിക്കുന്നത്. കാരണം അത്രയും അധികം നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു. അതിനാൽ തന്നെ അത്രയും അധികം ഒരു വവ്വാലിൻ്റെ ആവാസ വ്യവസ്ഥ തന്നെയാണ് യുവതിയുടെ വീട്ടിന് സമീപത്തുള്ളത് എന്നത് തന്നെയാണ് ഏറെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം. മാത്രമല്ല മനു പറഞ്ഞതുപോലെ തന്നെ ഈ 38-കാരിയുടെ ബന്ധുവിനും ഇന്ന് പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 വയസ്സുള്ള കുട്ടിയെ മണ്ണാർക്കാട്ടെ സ്വകാര്യ ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. 10 വയസ്സുള്ള കുട്ടിയാണ്. ഈ യുവതിയുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ, അതായത് ഭർത്താവിൻ്റെ അനിയൻ്റെ കുട്ടിയാണ് ഈ പനി പിടിച്ചത് എന്ന കാര്യമാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇവരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട് എന്ന കാര്യവും പുറത്തു വരുന്നുണ്ട്. അതിനാൽ തന്നെ കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശവും അതുപോലെ തന്നെ മുൻകരുതലുകളും ഈ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഈ കോണ്ടാക്റ്റ് ഉള്ളത് 59ഓളം പേർക്കാണ് ഇവരുമായി പട്ടികയിലുള്ളത് എന്നാണ് ഇന്നലെ ജില്ലാ കളക്ടർ പറഞ്ഞത്. അതിനാൽ തന്നെ അവരെയൊക്കെ സ്വയം നിരീക്ഷണത്തിൽ അതായത് വീട്ടിൽ തന്നെ നിരീക്ഷണത്തിൽ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധന ഫലം പുറത്തു വരിക. എന്നാൽ അതിനു മുൻപ് തന്നെ കൃത്യമായ രീതിയിൽ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് കൃത്യമായ മുൻകരുതൽ നിർദ്ദേശങ്ങൾ ഈ നാട്ടുകൾ പ്രദേശങ്ങളിൽ നൽകിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി 6ഓളം വാർഡുകളിൽ കരിമ്പുഴ പഞ്ചായത്തിലെ 2 വാർഡും അതുപോലെ തന്നെ തച്ചനാട്ടുകര പഞ്ചായത്തിലെ 4 വാർഡിലടക്കം കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അവിടെ കണ്ടോൺമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പരിശോധന ഫലം വരുന്നതിന് മുൻപ് തന്നെ കൃത്യമായ മുൻകരുതലും അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും എല്ലാം ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ നടന്നു. നേരത്തെ മനു പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാവിധ മുൻകാലങ്ങളിലും നിപ്പ വന്നപ്പോൾ തന്നെ കർശനമായി നമ്മൾ നിപ്പയും അതുപോലെ തന്നെ കോവിഡിനെ ഒക്കെ അതിജീവിച്ച്
അനുഭവിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അതിനാൽ തന്നെ അതിൻ്റെ ഭാഗമായുള്ള എല്ലാവിധ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ പഞ്ചായത്തുകളിൽ നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മദ്രസകൾ, അങ്കണവാടികൾ തുടങ്ങിയവക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഈ കണ്ടോൺമെൻറ്റ് സോണിലെ കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടാതെ കൂട്ടം കൂടി നിൽക്കാനോ അതുപോലെ തന്നെ കല്യാണം അല്ലെ മരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഈ ബന്ധപ്പെട്ടവരെ അറിയിക്കണം എന്ന കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് തന്നെ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിൻ്റെ ഡയറക്ടറെ അടക്കം പാലക്കാട് ജില്ലയിലേക്ക് അയച്ചിട്ടുണ്ട്. കൃത്യമായ യോഗങ്ങളും അതുപോലെ തന്നെ മുൻകരുതലുകളും നടപടികളും ഒക്കെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി പാലക്കാട് മെഡിക്കൽ കോളേജിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. മറ്റ് ജില്ലാ ആശുപത്രികളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ, അതായത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ ഇവരുടെ റൂട്ട് മാപ്പ് അടക്കം പുറത്തുവിട്ടുന്നല്ലോ ശശി. അപ്പോൾ ആ രീതിയിൽ ഇവരുമായി കോൺടാക്ട് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളെയും ട്രേസ് ചെയ്യാനും അവരെയൊക്കെ ക്വാറന്റൈനിൽ ഇരുത്താനും പറ്റിയിട്ടുണ്ടോ? എന്താണ് ആരോഗ്യവകുപ്പ് അതിനെക്കുറിച്ച് പറയുന്നത്? തീർച്ചയായും അത് കൃത്യമായ രീതിയിൽ, അതായത് കഴിഞ്ഞ 25-ാം തീയതിയാണ് യുവതിക്ക് പനി പിടിക്കുന്നത്. അന്ന് മുതൽ ഇന്നലെ വരെ, അതായത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദിവസം വരെയുള്ള കൃത്യമായ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് എടുത്തു പറയുന്ന ഒരു കാര്യം, ഇവർ ആശുപത്രികളിലും അതുപോലെ തന്നെ മറ്റ് ക്ലിനിക്കുകളിലും പോയത് സ്വകാര്യ വാഹനത്തിലാണ്. അതിനാൽ തന്നെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആശുപത്രിയിൽ എത്തിയതിന് ശേഷം ഇതിൽ കൂടുതലും വരുന്നത് ആരോഗ്യ പ്രവർത്തകരാണ്. ആശുപത്രിയിൽ ചുരുക്കം ചില ആളുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് എത്തിയത് എന്നാണ് ജില്ലാ ഭരണകൂടം കണ്ടെത്തിയത്. അതിനാൽ തന്നെ ആശുപത്രി ജീവനക്കാരും അതേപോലെ തന്നെ 4 ഡോക്ടർമാർ അടക്കമുള്ള 59ഓളം പേരാണ് പ്രാഥമികമായി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ അവർക്കൊന്നും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം പനിയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ആരോഗ്യപരമായ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായി ക്വാറന്റൈനിലും അതേപോലെ തന്നെ ആശുപത്രികളിൽ പ്രവേശിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടിയാണ് അടുത്ത ബന്ധു കൂടിയായിട്ടുള്ള 10 വയസ്സുകാരന് പനി സ്ഥിരീകരിച്ചത്. അത് മാത്രമാണ് ഇപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ളത്. മനു, ശരിയായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ആശങ്കപ്പെടുത്തുന്നതല്ല, പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ജാഗ്രത ഓരോ മിനിറ്റിലും കൂട്ടേണ്ട വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ആ പ്രദേശത്ത് ഈ വവ്വാലിൻ്റെ ആവാസ വ്യവസ്ഥ കണ്ട് അവർ അധികൃതരെ വിവരം അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനമായിരിക്കാം, ആരും ഒന്നും ചെയ്തിരുന്നില്ല എന്ന് കേൾക്കുന്നു. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. അത്തരത്തിലുള്ള വീഴ്ചകൾ ഒരിടത്തും സംഭവിച്ചുകൂടാ. എവിടെയെങ്കിലും ആ രീതിയിൽ വിവരങ്ങൾ കിട്ടിയാൽ, ഇപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളൊക്കെ ഉണ്ടാകുമല്ലോ, നിങ്ങളുടെ മുൻപിൽ അത്തരത്തിലൊരു വിവരങ്ങൾ വന്നാൽ ആ നിമിഷം തന്നെ അതിൽ ഇടപെട്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം ഈ സമയമെന്ന് പറയുന്നത് ഈ വൈറസിൻ്റെ പ്രജനനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഏതായാലും വിവരങ്ങളാണ് ഇപ്പോൾ സച്ചിൻ നമുക്ക് നൽകിയത്.